നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വോർക്കാടിയിൽ വീടിന് നേരെ വെടിവയ്പ്. വീടിനകത്ത് ഉറങ്ങിക്കിടന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി പാലക്കുന്ന് 4 യുവാക്കൾ പിടിയിൽ. പ്രതികൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. മഞ്ചേശ്വരത്ത് വീടിന്റെ വാതിൽ തകർത്ത് CCTV ക്യാമറയും ഹാർഡ് ഡിസ്കും കവർന്നു. മച്ചമ്പാടിയിലെ ഇബ്രാഹിം ഖലീലിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ഡിവിഷൻ സമ്മേളനം നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. മുളിഞ്ച ഗവൺമെന്റ് പ്രൈമറി സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ലഹരി വിരുദ്ധ ചങ്ങലയൊരുക്കി. തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയ K-സ്മാർട്ട് സംവിധാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധവുമായി ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് രംഗത്ത്. വാർത്തകൾ വിശദമായി. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വോർക്കാടിയിൽ വീടിന് നേരെ വെടിവയ്പ്. നല്ലങ്കി പദവിയിലെ BM ഹരീഷിന്റെ വീടിന് നേരെയാണ് വെടിവയ്പുണ്ടായത്. വീടിനകത്ത് ഉറങ്ങിക്കിടന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബുധനാഴ്ച പുലർച്ചെ 2:30 മണിയോടെയാണ് വോർക്കാടിയിൽ വീടിന് നേരെ വെടിവയ്പുണ്ടായത്. വോർക്കാടി ജംഗ്ഷന് സമീപത്ത് നല്ലങ്കി പദവിലെ BM ഹരീഷിന്റെ വീടിന് നേരെയായിരുന്നു വെടിയുണ്ട പാഞ്ഞു കയറിയത്. മുറിക്കകത്ത് ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഹരീഷും കുടുംബവും വലിയ ശബ്ദം കേട്ടാണ് ഞെട്ടിയുണർന്നത്. ലൈറ്റിട്ട ശേഷം വാതിൽ തുറന്നു നോക്കുമ്പോൾ ചിലർ കാറും സ്കൂട്ടറും സ്റ്റാർട്ട് ചെയ്തു പോകുന്നതായി കണ്ടുവെന്നും ഹരീഷ് മഞ്ചേശ്വരം പോലീസിൽ നൽകിയ പരാതിയിൽ പറഞ്ഞു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് മുറിയുടെ ജനൽ ഗ്ലാസ് വെടിയുണ്ട തുളച്ചു കയറി തകർന്ന നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെടിയുണ്ടയാണ് തുളച്ചു കയറിയതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചതായി മഞ്ചേശ്വരം പോലീസ് പറഞ്ഞു. പന്നിശല്യം കൂടുതലുള്ള പ്രദേശമായതിനാൽ നായാട്ട് സംഘം പന്നിക്ക് വെടിവെച്ചപ്പോൾ ലക്ഷ്യം തെറ്റി ജനലിൽ പതിച്ചതായിരിക്കാമെന്നാണ് പോലീസിന്റെ സംശയം. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി പാലക്കുന്ന് 4 യുവാക്കൾ പിടിയിൽ. ഇംതിഷാൻ, MK ഷറഫുദ്ദീൻ, MA മുഹമ്മദ് ആരിഫ്, അബ്ദുൾ മുനവർ എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി പാലക്കുന്നിൽ 4 യുവാക്കൾ പിടിയിൽ. കോട്ടിക്കുളത്തെ ഇംതിഷാൻ, ചിത്താരി മുക്കൂടിലെ MK ഷറഫുദ്ദീൻ, കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ MA മുഹമ്മദ് ആരിഫ്, താഴെ കളനാട്ടെ അബ്ദുൾ മുനവർ എന്നിവരെയാണ് ബേക്കൽ SI M സതീശനും സംഘവും അറസ്റ്റ് ചെയ്തത്. ബുധനാഴ്ച രാത്രി 7 മണിയോടെ പാലക്കുന്ന് ടൗണിൽ കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന യാത്രക്കാർക്കായി സ്ഥാപിച്ച ബസ് വെയിറ്റിംഗ് ഷെഡിന് സമീപത്ത് പൊതുസ്ഥലത്ത് വെച്ച് കാർ തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് 0.95 ഗ്രാം MDMA പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു. കാറും കസ്റ്റഡിയിലെടുത്തു. മയക്കുമരുന്ന് പിടികൂടിയ സംഭവം അറിഞ്ഞ് നിരവധി പേർ സ്ഥലത്ത് തടിച്ചുകൂടി. പോലീസ് സംഘത്തിൽ ജൂനിയർ SI M മനു കൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സതീഷ്, സിവിൽ പോലീസ് ഓഫീസർ ദിലീപ്, ലിജിത്ത് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് വീടിന്റെ വാതിൽ തകർത്ത് CCTV ക്യാമറയും ഹാർഡ് ഡിസ്കും കവർന്നു. മച്ചമ്പാടിയിലെ ഇബ്രാഹിം ഖലീലിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. 1 വർഷം മുൻപും ഇബ്രാഹിം ഖലീലിന്റെ വീട്ടിൽ മോഷണം നടന്നിരുന്നു. അന്ന് വീട് കുത്തിത്തുറന്ന് 9 ലക്ഷം രൂപയും 5.5 പവൻ സ്വർണവുമായിരുന്നു കവർന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് മഞ്ചേശ്വരത്ത് വീണ്ടും കവർച്ചയുണ്ടായത്. മഞ്ചേശ്വരം മച്ചമ്പാടിയിലെ ഇബ്രാഹിം ഖലീലിന്റെ വീടിന്റെ 2ാം നിലയിലെ വാതിൽ തകർത്താണ് കവർച്ച നടത്തിയത്. അലമാരകൾ കുത്തിത്തുറന്ന് വസ്ത്രങ്ങൾ വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. CCTV ക്യാമറ, ഹാർഡ് ഡിസ്ക്, വൈഫൈ കണക്ഷൻ ബോക്സ് എന്നിവ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് കടത്തിക്കൊണ്ടുപോയതെന്നാണ് പരാതിയിൽ പറയുന്നത്. 1 വർഷം മുമ്പും ഇബ്രാഹിം ഖലീലിന്റെ വീട്ടിൽ മോഷണം നടന്നിരുന്നു. അന്ന് വീട് കുത്തിത്തുറന്ന് 9 ലക്ഷം രൂപയും 5.5 പവൻ സ്വർണവും കവർന്നിരുന്നു. വീടിനകത്ത് നിന്ന് ലോക്കർ സഹിതം പണവും സ്വർണവും എടുത്ത് ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോകുന്ന CCTV ദൃശ്യവും ലഭിച്ചിരുന്നു. അന്ന് മോഷണം നടത്തിയവരാകാം CCTV ക്യാമറയടക്കം കൊണ്ടുപോയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുമ്പോൾ ഇബ്രാഹിം ഖലീൽ മൊബൈൽ ഫോണിൽ CCTV പരിശോധിച്ചപ്പോൾ അതിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് സംശയമുയർത്തിയിരുന്നു. ചൊവ്വാഴ്ച ഉച്ചയോടെ വീട്ടിലെത്തിയപ്പോഴാണ് CCTV അടക്കമുള്ള സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയതെന്ന് വ്യക്തമായത്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ഡിവിഷൻ സമ്മേളനം CITU ജില്ലാ കമ്മിറ്റി ഹാളിൽ നടന്നു. CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ഡിവിഷൻ സമ്മേളനം നടന്നു. കാസർഗോട്ടെ CITU ജില്ലാ കമ്മിറ്റി ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകളും ഭരണകൂടവും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണ്
ഇന്ന് രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. ഇതിനെ ചെറുത്ത് തോൽപ്പിച്ചേ പറ്റൂ. അങ്ങനെ ചെറുത്തു തോൽപ്പിക്കണമെങ്കിലോ സംഘടിത ശക്തികൾ വളർന്നു വരണം. അപ്പോൾ രാജ്യത്തെ ഭരണകൂടത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിർഭാഗ്യവശാൽ 80% വരുന്ന സാധാരണക്കാരനോടല്ല, മറിച്ച് 20% വരുന്ന സമ്പന്ന വർഗത്തോടാണ് എന്നതാണ് ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച. ഇവിടെ സ്വകാര്യ മേഖലയിൽ വലിയ രീതിയിൽ ഈ മോട്ടോർ മേഖലയിൽ പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധിക്കിടയിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തക്ക നിലയിലേക്ക് നമ്മുടെ മേഖലയെ മാറ്റി തീർക്കേണ്ടതുണ്ട്. രാജൻ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു. സത്യജിത്ത് പെരിയ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സമ്മേളനത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തൊഴിലാളികളുടെ കുട്ടികളെ അനുമോദിച്ചു. യോഗത്തിൽ PV കുഞ്ഞമ്പു, പ്രഭാകരൻ അയ്യങ്കാവ്, പ്രസാദ് പയറ്റിയാൽ, സുരേഷ് കോട്ടൂർ, മോഹനൻ കാടകം, രത്നാകര ആൾവ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. രാമചന്ദ്രൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ജൂലൈ 9 പണിമുടക്ക് വിജയിപ്പിക്കുക, ഉപ്പള, കാസർഗോഡ് എന്നിവിടങ്ങളിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുക, കുമ്പള, മുള്ളേരിയ എന്നിവിടങ്ങളിൽ ബസ് സ്റ്റാൻഡ് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു. പുതിയ ഭാരവാഹികളായി രാജൻ കരിച്ചേരിയെ പ്രസിഡന്റായും സത്യജിത്ത് പെരിയയെ സെക്രട്ടറിയായും രാമചന്ദ്രൻ മധൂരിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. സുരേഷ് കോട്ടൂർ, മോഹനൻ കാടകം എന്നിവരാണ് പുതിയ ജോയിന്റ് സെക്രട്ടറിമാർ. ഗംഗാധരൻ അത്തനാടി, ചന്ദ്രശേഖരൻ നായർ എന്നിവരെയാണ് പുതിയ വൈസ് പ്രസിഡന്റുമാരായി തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പാക്കിയ K-സ്മാർട്ട് സംവിധാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ആവശ്യമായ മുന്നൊരുക്കം നടത്താതെ നടപ്പിലാക്കിയ പുതിയ സംവിധാനത്തിൽ അപേക്ഷ നൽകുന്ന ജനങ്ങളെ വട്ടം കറക്കുന്നതിനെതിരെ സമരവുമായി മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ജനപ്രതിനിധികളുടെ സംഘടനയായ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് രംഗത്തെത്തി. PMAY പദ്ധതിയിൽ ഭവനരഹിതരായ മുഴുവൻ പേർക്കും അപേക്ഷ നൽകാനുള്ള അവസരം നൽകാൻ കഴിയാതെ അട്ടിമറിക്കുന്നുവെന്നും കൃത്യമായ മുന്നൊരുക്കവും പരിശീലനവും നൽകാതെ K-സ്മാർട്ട് സംവിധാനം നടപ്പിലാക്കിയതിൽ പ്രതിഷേധിച്ചുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ജനപ്രതിനിധികൾ പ്രതിഷേധ സമരത്തിനിറങ്ങിയത്. K-സ്മാർട്ട് സംവിധാനം തദ്ദേശ സ്ഥാപനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണെന്ന് തൃക്കരിപ്പൂരിൽ നടന്ന പ്രതിഷേധ സഭ ഉദ്ഘാടനം ചെയ്ത് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് ജില്ലാ പ്രസിഡന്റ് VK ബാവ പറഞ്ഞു. സാധാരണക്കാരായ ഒരാൾ പെൻഷന് വേണ്ടി അപേക്ഷ നൽകണമെങ്കിൽ അക്ഷയയിൽ പോകണം. അക്ഷയയിൽ അതിനവർ ഈടാക്കുന്ന ഫീസ് 150 രൂപയാണ്. പല അക്ഷയ സ്ഥാപനങ്ങളും 150 രൂപ വാങ്ങിക്കൊണ്ടാണ് ഒരു പെൻഷൻ അപേക്ഷയ്ക്ക് വേണ്ടി അവരുടെ ഫീസായി ഈടാക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പായി അതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് ആവശ്യമായ പരിശീലനം നൽകേണ്ടതായിരുന്നു. ആ പരിശീലനം നൽകാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറായില്ല. മാത്രമല്ല ഒരു മുന്നൊരുക്കവും നടത്തിയില്ല. ജനപ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഒരു നടപടി പൂർത്തിയില്ല. ഇപ്പോൾ പലപ്പോഴും പ്രസിഡന്റ് അടക്കം പല മീറ്റിങ്ങുകളിൽ പോയാൽ പെട്ടെന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ പഞ്ചായത്ത് വിളിച്ചു പറയുന്നു, പ്രസിഡന്റ് ഒരു OTP വരും, ഒന്നിങ്ങോട്ട് പറഞ്ഞു തരണം നമ്പർ. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. തദ്ദേശ സ്ഥാപന ഓഫീസുകളിൽ മാസങ്ങളായി തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്ന അവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറിയും ജനപ്രതിനിധിയുമായ സത്താർ വടക്കുംപാട് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ IT, UDF നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി VV അബ്ദുള്ള ഹാജി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ, PKM കുട്ടി, ഹാഷിം കരോളം, M സൗദ, TS നജീബ്, VPP ഷുഹൈബ്, ഫായിസ് ബീരിച്ചേരി, E ശശിധരൻ, M അബ്ദുൽ ഷുക്കൂർ, സാജിദ സഫറുള്ള, KM ഫരീദ, VP സുനീറ എന്നിവർ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം ലീഗ് നിയന്ത്രണത്തിലുള്ള ജനപ്രതിനിധികളുടെ കൂട്ടായ്മയായ LGML നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. വോർക്കാടി ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടന്ന ധർണ DMK മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. K-സ്മാർട്ട്, PMAY, ലൈഫ് ഭവൻ പദ്ധതികളിലെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുക, ഓഫീസുകളിലെ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കുക, പെൻഷൻ അപേക്ഷകളിലെ അവഗണന അവസാനിപ്പിക്കുക, മുടങ്ങിക്കിടക്കുന്ന വികസന പദ്ധതികൾ ഉടൻ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LGML തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുസ്ലിം ലീഗ് ജനപ്രതിനിധി സംഘടനയുടെ നേതൃത്വത്തിൽ വോക്കാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DMK മുഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 1 മുതൽ എല്ലാ അപേക്ഷകളും K-സ്മാർട്ടിലൂടെ ഓൺലൈനായി അവരവർ തന്നെ സ്വയം ലോഗിൻ ചെയ്തുകൊണ്ട് വ്യക്തിഗതമായി അവർക്ക് തന്നെ സമർപ്പിക്കാവുന്ന ഒരു സംരംഭമായി ഉദ്ദേശിച്ചുകൊണ്ട്
പ്രഖ്യാപനം നടത്തി ഏപ്രിൽ 18-ാം തീയതി ഔദ്യോഗികമായി തിരുവനന്തപുരത്ത് വെച്ച് ഉദ്ഘാടനം കൂടി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏപ്രിൽ കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, ജൂൺ കഴിഞ്ഞ് ഇന്ന് ജൂലൈ 3 ഇന്ന് നിങ്ങൾ നോക്കിയാലും ഈ കെ-സ്മാർട്ട് എന്താണെന്ന് വ്യക്തമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കറിയില്ല. ജനങ്ങൾക്ക് പോട്ടെ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കറിയില്ല, ഇവിടുത്തെ ജനപ്രതിനിധികൾക്കറിയില്ല. ഇത് വ്യക്തമായും കൊണ്ട് ഇത് ഏത് രീതിയിലാണ് ഇത് നടപ്പിലാക്കേണ്ടത്? കെ മുഹമ്മദ് പാവൂർ അധ്യക്ഷത വഹിച്ചു. വോർക്കാടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് BA അബ്ദുൽ മജീദ്, AK ഖാലിദ് ദുർഗി പല്ല, ഇബ്രാഹിം ധർമ്മനഗർ, D സീത, മൂസ കെതുമ്പാടി, സദാശിവ സബല്യ, ഉമർ കുഞ്ഞി, മുഹമ്മദ് മജൽ, റഹ്മത്ത് റസാഖ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. റസാഖ് കെതുമ്പാടി, AK മുഹമ്മദ്, ഉമർ പാലേങ്കി, ലത്തീഫ് പൊയ്യ, അബൂബക്കർ ഉർണി, അബൂബക്കർ മങ്കോടി, ഹാറൂൺ റഷീദ്, റസാഖ്, അൻസാർ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. മുളിഞ്ച ഗവൺമെന്റ് പ്രൈമറി സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ലഹരി വിരുദ്ധ ചങ്ങലയൊരുക്കി ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി. മുളിഞ്ച ഗവൺമെന്റ് പ്രൈമറി സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ചിത്രാവതി ചിഗുറുപാതെ ഈ ദിനത്തിന്റെ പ്രത്യേകത വിവരിച്ചു. അധ്യാപിക ഐശ്വര്യയുടെ നേതൃത്വത്തിൽ എല്ലാവരും ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് ലഹരിവിരുദ്ധ ദിനത്തെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായ സൂംബ ഡാൻസും നടന്നു. അതോടൊപ്പം പൊതുജനങ്ങളിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി റാലി നടത്തുകയും ചെയ്തു. സ്കൂളിലെ മുതിർന്ന അധ്യാപകൻ റിയാസ് പെരിങ്ങാടി പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. അധ്യാപകരായ അബ്ദുൽ ബഷീർ, ധന്യ PV എന്നിവർ ഈ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് സംസാരിച്ചു. ലഹരിയുടെ ദോഷങ്ങൾ, കുട്ടികൾക്കും സമൂഹത്തിനും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവയെക്കുറിച്ചും അവർ സംസാരിച്ചു. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ലഹരി വിരുദ്ധ ചങ്ങലയൊരുക്കി ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി. കുട്ടികൾ ലഹരി വിരുദ്ധ ദിനത്തെക്കുറിച്ചുള്ള പോസ്റ്ററുകളും തയ്യാറാക്കി. പരിപാടിയിൽ സ്കൂൾ അധ്യാപകരായ രേഷ്മ സ്വാഗതവും ജസീല നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ നേതൃത്വത്തിൽ കർഷക ചന്തയും വിള ഇൻഷുറൻസ് വാരാചരണവും നടത്തി. തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ഉദ്ഘാടനം ചെയ്തു. കർഷക ചന്തയിൽ മുഖ്യമായും കേരള ഗ്രോ ബാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ് നടന്നത്. നാടനിനമായ ശ്രേയസ് കുത്തരി, നാടൻ പച്ചരി, ചെറുധാന്യപ്പൊടി, ധാന്യപ്പുട്ടുപൊടി, കണ്ണങ്കായപ്പൊടി, കുടംപൊളി, മുളപ്പിച്ച റാഗിപ്പൊടി, മറയൂർ ശർക്കര, കൂവപ്പൊടി, സംസ്കരിച്ച തേനും പച്ചക്കറികളിൽ കുമ്പളം, വെള്ളരി തുടങ്ങിയ ഇനങ്ങളും ചന്തയിലുണ്ട്. ഏറെ ഡിമാൻഡുള്ള വിവിധ നിറത്തിൽ ചെണ്ടുമല്ലി തൈകളും കുറ്റിക്കുരുമുളക്, വള്ളിക്കുരുമുളക്, കറിവേപ്പില, വഴുതിന, പച്ചമുളക് തുടങ്ങിയ തൈകളും കർഷക ചന്തയിലുണ്ട്. വിള ഇൻഷുറൻസ് വാരാചരണവും കർഷക ചന്തയുടെ ഉദ്ഘാടനവും തൃക്കരിപ്പൂർ CH ടൗൺ ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ നിർവഹിച്ചു. കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നഷ്ടം നികത്താൻ കഴിയും. നമ്മളിപ്പോൾ ഇടക്കാലത്ത് തന്നെ വടക്കേ തൃക്കരിപ്പൂരും അതുപോലെ തെക്കേ തൃക്കരിപ്പൂർ വില്ലേജിലൊക്കെ ഒരുപാട് കൃഷിനാശം സംഭവിച്ചു. ഒരുപാട് വാഴകൾ, ഒരുപാട് തെങ്ങുകൾ, കവുങ്ങുകളൊക്കെ വീട് കിടക്കുന്ന കാഴ്ചയാണ്. പലരും ചോദിച്ചപ്പോൾ ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല എന്നാ പറയും. തെങ്ങ് നഷ്ടപ്പെടുന്നു, ഇൻഷുറൻസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ വാഴ നഷ്ടപ്പെടുന്നു, വാഴയൊക്കെ നഷ്ടപ്പെട്ട നല്ല ആനുകൂല്യങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ കൃഷി ഓഫീസിലൂടെ സൂചിപ്പിക്കും. അപ്പോൾ പലപ്പോഴും വിള ഇൻഷുറൻസ് ചെയ്യാത്ത ഒരു എല്ലാവർക്കും ഞാനടക്കമുള്ള ആളുകൾ തന്നെ ഇൻഷുറൻസിന്റെ കാര്യം ശ്രദ്ധിക്കാറില്ല. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EM ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS നജീബ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ M സൗദ, പഞ്ചായത്ത് അംഗങ്ങളായ KV കാർത്യായനി, ഫായിസ് ബീരിച്ചേരി, E ശശിധരൻ, MK ഹാജി, M ഷൈമ, സീതാ ഗണേഷ്, KN ഭാർഗവി, കുടുംബശ്രീ CDS അധ്യക്ഷ M മാലതി, കൃഷി ഓഫീസർ A റിജീന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ P സതീശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. തൃക്കരിപ്പൂർ റോട്ടറിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 5-ന് നടക്കാവ് സാരംഗ് ഹാളിൽ നടക്കും. സേവന മേഖലയിലും ആതുര ശുശ്രൂഷ രംഗങ്ങളിലും ഉൾപ്പെടെ വിവിധ പദ്ധതികൾ പുതിയ വർഷത്തിലും നടപ്പാക്കാൻ തീരുമാനിച്ചതായി തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെ നിയുക്ത ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പെൺകുട്ടികളുടെ +2 വരെയുള്ള പഠനം ഏറ്റെടുത്തും തൃക്കരിപ്പൂർ CH സെന്ററിന് ഡയാലിസിസ് കിറ്റുകൾ നൽകിയും നിർധനരായ ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകിയും വ്യത്യസ്ത പ്രവർത്തനങ്ങൾ റോട്ടറി ക്ലബ് നടത്തിവരുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ ഗിഫ്റ്റ് ഓഫ് സ്മൈൽ എന്ന പദ്ധതിയിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ മുച്ചറി മുച്ചുണ്ടുള്ളവർക്ക് സൗജന്യ ചികിത്സയ്ക്കും റോട്ടറി നേതൃത്വം വഹിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു.
റോട്ടറിയിലെ അംഗങ്ങളായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അമ്മമാർക്കും കുട്ടികൾക്കും വിവിധ കേന്ദ്രങ്ങളിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസുകളും പരിശോധനയും നടത്തുമെന്നും അവർ പറഞ്ഞു. ജൂലൈ 5-ന് നടക്കാവ് സാരംഗ് ഹാളിൽ നടക്കുന്ന ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ നിയുക്ത റോട്ടറി ഗവർണർ MV മോഹൻദാസ് മേനോൻ മുഖ്യാതിഥിയായിരിക്കും. നിയുക്ത പ്രസിഡന്റ് ടി കെ റാണി, ഡോക്ടർ കെ സുധാകരൻ, ഡോക്ടർ കെ ശ്രീകുമാർ, TV ബാലകൃഷ്ണൻ, CH അബ്ദുൾ റഹീം, ഡോക്ടർ VK ജനാർദ്ദനൻ, PV ചന്ദ്രമോഹൻ, ഡോക്ടർ AK ശ്രീമതി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജനപ്രിയ പരിപാടികളുമായി വിദ്യാനഗർ ലയൺസ് ക്ലബ്ബ്. പുതിയ ലയണിസ്റ്റിക് വർഷത്തെ പ്രസിഡന്റ് കാസർഗോഡ് വിദ്യാനഗറിലെ A പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. ക്ലബ്ബ് പരിസരം മനോഹരമാക്കുന്നതിനും മാലിന്യമുക്തമായ പരിസരം ഒരുക്കുന്നതിനും വേണ്ടി ചെടികൾ നട്ടുപിടിപ്പിച്ചും പൂന്തോട്ടമൊരുക്കിയും പരിപാടികൾക്ക് തുടക്കമിട്ടു. ഹിദായത്ത് നഗറിലെ ക്യാൻസർ രോഗികൾക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ ധനസഹായം നൽകി. മധൂർ പഞ്ചായത്ത് ചെറ്റുംകുഴി മെമ്പർ ഹബീബ് പങ്കെടുത്തു. ഭഗവതി നഗറിലെ ക്ലബ്ബ് അംഗം ആഷിഖ് കിഡ്നി രോഗികൾക്ക് 10,000 രൂപ ധനസഹായം നൽകി. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജിൽ പ്രവേശനോത്സവത്തിൽ 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി മയക്കുമരുന്ന് വിപത്തിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. തുടർന്ന് കാഞ്ഞങ്ങാട് അമ്പലത്തറയിലെ സ്നേഹവീട്ടിലെത്തി ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. വൈകുന്നേരം ക്ലബ്ബ് ആസ്ഥാനത്ത് വെച്ച് ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. കുട്ടികളുടെ ഡോക്ടറായ യതീഷിനെ പൊന്നാടി അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് K വിനോദ് കുമാർ, ട്രഷറർ M ചന്ദ്രബാനു, PK പ്രകാശ് കുമാർ, PK പ്രസീത, PA മാത്യു മാസ്റ്റർ, വിനോദ് മാസ്റ്റർ, അഡ്വക്കേറ്റ് K വിനോദ് കുമാർ, പത്മനാഭ ഷെട്ടി, വൈസ് പ്രസിഡന്റുമാരായ വിജയകുമാർ TK, പ്രൊഫസർ ശ്രീമതി ഗോപിനാഥ്, വിനോദ് പാലോത്ത്, MA നാസർ, ഡോക്ടർ AN മനോഹരൻ, PV മധുസൂദനൻ, പ്രൊഫസർ V ഗോപിനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുൻ MLA-യും CPM നേതാവുമായിരുന്ന VV കുഞ്ഞമ്പുവിന്റെ 53-ാം ചരമവാർഷികം ചെറുവത്തൂരിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. ടൗണിൽ നടന്ന അനുസ്മരണ സമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ റോഡിൽ നിന്ന് 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനത്തോടെയാണ് അനുസ്മരണ സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ബജറ്റിൽ അനുവദിക്കുന്ന തുകയുടെ ഏതാണ്ട് 13% തുകയും കൊടുക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളം മാത്രമാണ്. ഇതിന്റെ ഒരു ഫലമായി കേരളത്തിൽ ആരോഗ്യ മേഖല ശക്തിപ്പെട്ടത് തന്നെയാണ്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ്. ഉച്ചയ്ക്ക് ശേഷവും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ്. ഡോക്ടറും മരുന്നും നാദിനിക ഘടനയുമായിരുന്ന ആശുപത്രികളിൽ നിന്ന് ഡോക്ടറുണ്ട്, മരുന്നുണ്ട്, രോഗികളുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ മാത്രം മാതൃമരണ നിരക്ക് 43% നിന്ന് 16% കുറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ T നാരായണൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA, മുൻ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മാധവൻ മണിയറ, രജീഷ് വെള്ളാട്ട്, PC സുബൈദ, ഏരിയ സെക്രട്ടറി K ബാലകൃഷ്ണൻ, ചെറുവത്തൂർ ലോക്കൽ സെക്രട്ടറി AV ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പനത്തടി, താന്നിക്കൽ, ചെമ്പമ്പയിൽ, കൊളപ്പുറം, കോട്ടയം, കൊച്ചി എന്നീ വന അതിർത്തിയിലെ രൂക്ഷമായ കാട്ടാനശല്യം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മൊട്ടയം, കൊച്ചി, താന്നിക്കാൽ, കൊളപ്പുറം, മാട്ടക്കുന്ന് എന്നീ പ്രദേശത്തിലുള്ള കർഷക സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പനത്തടി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. ചെറിയ കളറിൽ ആരംഭിച്ച പനത്തടി ഡിവിഷൻ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. അതിരൂക്ഷമായ വന്യജീവി കാട്ടാന ആക്രമണത്തിൽ നിന്നും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക, സോളാർ മേരി പുനഃസ്ഥാപിക്കുക, മൊട്ടം, കൊച്ചി, താന്നിക്കൽ കേന്ദ്രീകരിച്ച RRP സംഘവും വന്യ സംരക്ഷണ സമിതിയും രൂപീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ധർണാ സമരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. പണ്ട് നമ്മളൊക്കെ തന്നെ ഇവിടെ ജീവിച്ചു വന്നിരുന്ന ആളുകളും ഇവിടേക്ക് കുടിയേറി വന്നിരുന്ന ആളുകളും ഒക്കെ തന്നെ കാലാകാലങ്ങളായി കൃഷി ചെയ്ത് കർഷക തൊഴിലാളികളായി ആ തൊഴിലിൽ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിച്ചു പോകുന്ന ജനവിഭാഗങ്ങളാണ്. എന്നാൽ അത്തരം ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന നിലയിലേക്ക്, അവരുടെ കൃഷി നശിപ്പിച്ചു പോകുന്ന നിലയിലേക്ക് കാർഷിക വിളകൾ, ഉൽപ്പന്നങ്ങൾ
നശിപ്പിക്കുന്ന നിലയിലേക്കും അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ ജീവന് ഭീഷണിയാകുന്ന നിലയിലേക്ക് വന്യമൃഗങ്ങളുടെ ആകെ തന്നെ ശല്യവും. മൊട്ടയം കൊച്ചി കോളനിയിലെ ഊരുമുപ്പൻ പി സുഗു അധ്യക്ഷത വഹിച്ചു. എം പത്മകുമാരി, എൻ വിൻസെന്റ്, തോമസ് കുട്ടി, അഗസ്റ്റിൻ, എ ജെ ആൻഡ്രൂസ്, കെ വി സുരേഷ് കുമാർ, ഗോപിനാഥൻ നായർ, ജയരാജ് കെ, സി എസ് സനൽകുമാർ, എം നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പനത്തടി. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് സ്വീകരണം നൽകി. കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ ജൂലൈ 1-2 തീയതികളിൽ തിരുവനന്തപുരത്ത് വച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഫെഡറേഷനെ നയിക്കുന്നതിനായി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ജില്ലയുടെ അഭിമാനമായി മാറിയ എ വി ശ്രീധരന് കാഞ്ഞങ്ങാട്ട് ഉജ്ജ്വല സ്വീകരണം നൽകി. മാവേലി എക്സ്പ്രസിൽ കാഞ്ഞങ്ങാട്ടെത്തിയ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് കാഞ്ഞങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. സംസ്ഥാന കമ്മിറ്റി അംഗം ബി എം കൃഷ്ണൻ നായർ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. പ്രവർത്തകരായ മധു പൊന്നൻ, ടി തമ്പാൻ, എം റഷീദ്, പി അജയൻ, വി എം സന്തോഷ്, എ രാജേഷ്, കെ ഷിജു, എം സുകേഷ്, കെ പി സുധീഷ്, എം അജിത് കുമാർ എന്നിവർ സംബന്ധിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന സമ്മേളനം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എം ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്തത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, നിരവധി ആളുകൾ പങ്കെടുത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ചാണ് ജില്ലയ്ക്ക് അഭിമാനമായി ഐക്യകണ്ഠേന ജനറൽ സെക്രട്ടറിയായി എ വി ശ്രീധരനെ തെരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊടവടുക്കം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം സുവർണോത്സവം 2025 പുതുതായി നിർമ്മിക്കുന്ന ഊട്ടുപുരയുടെ ശിലാസ്ഥാപനം നടന്നു. തന്ത്രി കൃഷ്ണദാസ് വാഴുന്നവർ ദീപപ്രജ്വലനം ചെയ്ത് അനുഗ്രഹഭാഷണം നടത്തി. പൊടവടുക്കം ധർമ്മശാസ്ത്ര ക്ഷേത്ര സേവാ സംഘത്തിന്റെ 50ാം വാർഷികാഘോഷ കമ്മിറ്റിയുടെ ഊട്ടുപുര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറ്റിയടിക്കൽ ചടങ്ങും ശിലാസ്ഥാപന കർമ്മവും നടന്നു. താന്ത്രിക രത്നം ബ്രഹ്മശ്രീ ഇരുവൽ ഐ കെ കൃഷ്ണദാസ് വാഴുന്നവരുടെയും വേങ്ങയിൽ തറവാട്ടുകാരണവർ വി അമ്പൂഞ്ഞി നായർ, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എ നാരായണൻ നായർ പുതിയകണ്ഠം, ക്ഷേത്ര UAE സുവർണോത്സവം ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ മുരളീധരൻ നമ്പ്യാർ രാവണേശ്വരം എന്നിവരുടെ കാർമ്മികത്വത്തിൽ കെ വേണുഗോപാൽ നമ്പ്യാർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി മാധവൻ നായർ ബാലൂർ അധ്യക്ഷത വഹിച്ചു. തന്ത്രി കൃഷ്ണദാസ് വാഴുന്നവർ ദീപപ്രജ്വലനം നടത്തി. തുടർന്ന് അനുഗ്രഹ ഭാഷണം നടത്തി. UAE സുവർണോത്സവം ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ മുരളീധരൻ നമ്പ്യാർ രാമണേശ്വരം മുഖ്യപ്രഭാഷണം നടത്തി. എ നാരായണൻ നായർ പുതിയകണ്ഠം, വേങ്ങയിൽ തറവാട് പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ നായർ, എം മാധവൻ നായർ പൊടവടുക്കം, കെ നാരായണൻ നായർ കപ്പത്തിക്കൽ, ബാലൻ മാസ്റ്റർ പരപ്പ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ സുരേഷ് കോട്ടക്കുന്ന് സ്വാഗതം പറഞ്ഞു. ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് ചന്ദ്രാവതി അരിയളം നന്ദിയും പറഞ്ഞു. ആഘോഷ കമ്മിറ്റി ട്രഷറർ വി കുഞ്ഞുകേളു നായർ, വൈസ് ചെയർമാൻമാരായ പി നാരായണൻ നായർ, വി ബാലകൃഷ്ണൻ നായർ, കൃഷ്ണൻ മോയോലം, ജോയിന്റ് കൺവീനർമാരായ വി കുഞ്ഞിക്കണ്ണൻ നായർ, വി നാരായണൻ നായർ, സി രവീന്ദ്രൻ അരിയളം, സതീശൻ പൊടവടുക്കം എന്നിവരും ഭജന കലാസമിതി ഭാരവാഹികൾ, കമ്മിറ്റി മെമ്പർമാരും നാട്ടുകാരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വോർക്കാടിയിൽ വീടിന് നേരെ വെടിവയ്പ്. വീടിനകത്ത് ഉറങ്ങിക്കിടന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിൽ കടത്തുകയായിരുന്ന MDMAയുമായി പാലക്കുന്ന് 4 യുവാക്കൾ പിടിയിൽ. പ്രതികൾ സഞ്ചരിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. മഞ്ചേശ്വരത്ത് വീടിന്റെ വാതിൽ തകർത്ത് CCTV ക്യാമറയും ഹാർഡ് ഡിസ്കും കവർന്നു. മച്ചമ്പാടിയിലെ ഇബ്രാഹിം ഖലീലിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU കാസർഗോഡ് ഡിവിഷൻ സമ്മേളനം നടന്നു. CITU ജില്ലാ പ്രസിഡന്റ് VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. മുളിഞ്ച ഗവൺമെന്റ് പ്രൈമറി സ്കൂളിൽ ലോക ലഹരി വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് ലഹരി വിരുദ്ധ ചങ്ങലയൊരുക്കി. തദ്ദേശ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കിയ K-സ്മാർട്ട് സംവിധാനത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധവുമായി ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.